പമ്പിൽ നിന്ന് ഇരിക്കുകയാണ്. എന്നാലും ഇവിടെ നിന്ന് ഡീസൽ അടിച്ചിട്ട് പോകാൻ പറ്റും. മഴ ആയതുകൊണ്ട് തമിഴ്നാടിന് ചൂടേ ഇല്ലല്ലേ, നമ്മുടെ കേരളത്തിൽ പോകുമ്പോൾ തന്നെ തോന്നുന്ന. മഴ തുടങ്ങി, ഇനിയിപ്പോ കുഴപ്പമില്ല. സ്നോയ്ക്ക് ഇങ്ങനെ ഇന്ന് കാഴ്ച കാണാനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഗ്ലാസ് പകുതി തുറന്നിട്ട് കൊടുക്കും. നമ്മൾ വരാൻ നേരത്ത് രാമേന്ദ്രൻ എന്നൊരു സാധനം വാങ്ങിച്ചിട്ടോ, ഒരു ജ്യൂസറാണ്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടോ, വർക്ക് ചെയ്യുമെന്ന് അറിഞ്ഞൂടോ. ഞാനെല്ലാം കുറച്ച് മാങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ടേ. അനങ്ങളില്ല, ചെറിയ പീസുകളാണ്. തേപ്പല്ല കേട്ടോ, നല്ല സാധനം തന്നെയാണ്. ഞാൻ വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് ഞാൻ മാങ്ങ ഇട്ടപ്പോഴാണ് അത് സെറ്റ് ആവാത്തത്. ഇപ്പൊ സെറ്റായി, അടിപൊളി സാധനം കേട്ടോ. പിന്നെ ഇത് ചാർജ് അധികം നിൽക്കൂല, പെട്ടെന്ന് തീരും. അത് കുഴപ്പമില്ല, എന്നാലും ഓഫായാലും നമ്മളിങ്ങനെ ഓണാക്കിക്കൊണ്ടിരുന്നാൽ അടിപൊളി, കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു. എല്ലാവരും ചോദിക്കുന്നുണ്ട്, എല്ലാവരും കുറച്ചുപേർ ഇങ്ങനെ ചോദിച്ചു. നമ്മൾ ബുള്ളറ്റ് എടുത്തു, അപ്പം ബുള്ളറ്റിലല്ല പോകണം. അതുപോലെ നമ്മളെ പ്രൊമോ വീഡിയോയിലും ബുള്ളറ്റാണ് കാണിച്ചിരിക്കുന്നത്. ബുള്ളറ്റിൽ യാത്ര ചെയ്യണില്ല എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, എൻ്റെ റൈറ്റ് മുട്ട് ഇത്തിരി പ്രശ്നമാണ്. മുമ്പ് ഒരു ഫ്രാക്ചർ വന്ന് അങ്ങനെ, അതിനുശേഷം ഒരുപാട് ലോങ് പോകുമ്പോഴത്തേനും മുട്ടിന് ഇത്തിരി വേദന ഉണ്ട്. അപ്പോൾ ഇത് ഫ്രാക്ചർ വന്ന ടൈമിൽ പ്ലാസ്റ്റർ ഇട്ടിരുന്നു. പക്ഷേ ഡോക്ടർ പറയുന്നതിന് മുമ്പ് അതൊക്കെ വലിച്ചൂരിക്കണം അത്യാവശ്യ ഘട്ടത്തിൽ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരുപാട് ലോങ് യാത്ര ചെയ്യാൻ പറ്റില്ല ബൈക്കിൽ. പിന്നെ ഒരു കാര്യം, ഇവരെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കാരണം ഇപ്പൊ കൂടുതൽ കാർ എടുക്കുന്നത് ഇതുകൊണ്ടാണ്, ഈ മുട്ടിന്റെ പ്രശ്നം കൊണ്ടാണ്. ഒരുപാട് വണ്ടിയിൽ ഇരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പ്രമോ ആ ടൈമിൽ വണ്ടി എടുത്ത ടൈമിൽ ചെയ്ത് പിന്നെ അതങ്ങ് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ബൈക്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് കുറച്ച് എല്ലാം സെറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ നമ്മൾ ബൈക്കിലായിരിക്കും പോകുന്നത്. കാലിത്തിരി ഓക്കെ ആവണം. നമ്മൾ കഴിഞ്ഞപ്പോൾ ഈ ലാപ്പിൻ്റെയും ഗോപ്രോയുടെയും ഗോപ്രോയുടെ കഴിഞ്ഞ കേട്ടോ, ഇനി ലാപ്പിൻ്റെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് വേണം പുതിയൊരു ഫോണോ ഐഫോണിലോട്ടൊരു ചിന്ത. എന്താണെന്ന് അറിയില്ല. സത്യം ഐഫോണാണ് കേട്ടോ നല്ലത്. കാരണം വീഡിയോ എടുക്കുന്ന പോട്ടെ, അത് ഗോപ്രോ ഒക്കെയാണ്, പക്കയാണ്. വീഡിയോ എടുക്കാനും കൈകാര്യം ചെയ്യാനും ഗോപ്രോ പക്കയാണ്. പിന്നെ വേറെ സംഭവം, ഗോപ്രോയിൽ ചാർജ് നിൽക്കില്ല. പിന്നെ പറയണമെന്ന് പറഞ്ഞാൽ എഡിറ്റിങ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ലാപ്പിലിട്ട് മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഫോണിൽ വരില്ല. മറ്റേ ഐഫോൺ ആകുമ്പോൾ വീഡിയോ എടുക്കാം, അതിൽ തന്നെ ഇട്ട് എഡിറ്റും ചെയ്യാം. അങ്ങനെ ഒരു ഗുണം അതിന്. നമ്മളാപ്പെട്ട സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് ഐഫോണിന്റെ റേറ്റ് വാങ്ങിക്കുമ്പോൾ മിച്ച റേറ്റ് ആയതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റിയില്ല. അതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ് വീഡിയോ എടുക്കാൻ ഇറങ്ങിയപ്പോൾ സമയത്ത് നമുക്ക് അറിയില്ല ഏത് ഫോൺ മേടിക്കണോ, അതായത് ഐഫോൺ മേടിക്കണോ, ഗോപ്രോ മേടിക്കണോ എന്നുള്ള ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ്, അപ്പോൾ നമ്മളന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ളത് ഗോപ്രോയാണ്. ഇപ്പോൾ സംഭവം അതല്ല ഐഫോൺ. പക്ഷേ ഗോപ്രോയ്ക്ക് കുറ്റം അങ്ങനെയല്ല, എഡിറ്റിംഗ് ചെയ്യാനൊക്കെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പിന്നെ ലാപ്പ് യൂസ് ചെയ്യണത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അത് ചാർജ് നിൽക്കണം. ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ഐഫോണിലിട്ട് ചെയ്യാം, അതിൽ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ മൈസൂർ പോകുന്ന വഴിക്ക് കണ്ടൊരു ഇതൊരു ആറാണ് കേട്ടോ, അമരാവതി ആറെന്നാണ് പേര്. പക്ഷേ വെള്ളം ഒട്ടും തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നു വലിയ ആറായിരിക്കും, ഭയങ്കര വലിയൊരു ആറാണ്. പക്ഷെ വെള്ളമൊന്നുമില്ല, എല്ലാം വറ്റി വരണ്ട് കിടപ്പുണ്ട്. അപ്പുറമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് നിർത്തിയാണ് വണ്ടി. ആണ്ടാ ഒട്ടും വെള്ളമില്ല, എല്ലാം വറ്റി. ഇച്ചിരി വെള്ളം അവിടെ കിടപ്പുണ്ട്. ഉണ്ട് ആ ഭാഗത്തും അങ്ങോട്ട്. ആട്ടും കുട്ടികളൊക്കെ അപ്പോ അടിപൊളി. സ്നോയ്ക്ക് ആടിനെ കണ്ടപ്പോ പട്ടിയാണെന്ന് തോന്നുന്നു. സ്നോ കലിപ്പ്. സ്നോ കണ്ട ആടിനെ കണ്ട നമ്മൾ മീനാക്ഷി ഒന്നും മനസ്സിലാവാണ്ടിരിക്കുക. മീനാക്ഷിയെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടാ, വേറൊന്നുമല്ല. ഇവള് ഡോർ ഇങ്ങനെ ഗ്ലാസ് തുറന്നു കൊടുക്കണോ ചിലപ്പം ചാടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. സ്നോന്റെ കലിപ്പ് തീർന്നില്ല. മതി സ്നോ മതി.
ഷോ മാത്രമേ ഉള്ളൂ. ഒരൊക്കെ ഉള്ളു, ഒന്നും ചെയ്യില്ല. പാവാണ് എന്റെ സ്നേഹം. നമ്മളപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തി. അതായത് ഇനി വേണം ജെനി എല്ലാം കുക്ക് ചെയ്യാൻ വേണ്ടി. എന്താ ടൈം ഇപ്പോൾ കറക്റ്റ് 1:30 മണി. ഒരുപാട് സ്ഥലം നമ്മൾ നോക്കി, തണലുള്ള സ്ഥലം, പക്ഷെ ഒരു സ്ഥലവും കണ്ടില്ല. ഭയങ്കര കാറ്റാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇതാണ്, കുക്കർ ഇതാണ്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് ചോറാണ് കഴിക്കാൻ പോകുന്നത്. എല്ലാം റെഡിയായി. ചോറ്, സാമ്പാർ, മുട്ട. ഇതെൻ്റെ കേട്ടോ. നമ്മളങ്ങനെ വാഴയില, രാമേന്ദ്രയില പ്ലാസ്റ്റിക് വാഴയില നമ്മൾ കഴിക്കുന്നത്. എങ്ങനെയുണ്ട് ജനി? എങ്ങനെയുണ്ട്? കഴിച്ചു നോക്ക്. ഞാൻ വെച്ചത് കൊള്ളാന്നല്ലേ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണം കേട്ടോ. നമ്മളിപ്പം മൈസൂർ പോകുന്ന വഴിക്ക് ഉദരിയൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ഫുള്ള് കൃഷിയാണ്. നമ്മൾ ആദ്യം വന്നിട്ട് കുറേ പപ്പായ കൃഷി കണ്ടു. ഇനിയിപ്പോൾ ഇവിടെ ഇതിന്ന് പരുത്തിയാണെന്ന് തോന്നുന്നു, പഞ്ഞിക്കാട് കൃഷി. ഇവിടെ ഫുള്ള് കൃഷിയാണ്. അങ്ങനെ നമ്മൾ വീരപ്പന്റെ നാടായ സത്യമംഗലം, വീരപ്പന്റെ നാടല്ല, വീരപ്പൻ ഭയങ്കരമായിട്ട് ഭരിച്ചു നടന്ന കാട് ഇവിടെയാണ് കേട്ടോ, സത്യമംഗലം. ഇതാണ് സത്യമംഗലം. ഇത് അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ് അല്ലേ? സ്ട്രൈറ്റ് ആണ്, സ്ട്രൈറ്റ്. ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് സത്യമംഗലം. ഇവിടെ നിന്ന് മൈസൂരിന് 140 കിലോമീറ്റർ ഉണ്ട്. National Highway 948. കണ്ട, മൊത്തം അഴുക്കായിരുന്നു. ഞാൻ ഇച്ചിരി ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ചതാണേ. എൻ്റെ ദേഹം മൊത്തം അള്ളി, എൻ്റെ കൈയെല്ലാം മുറിഞ്ഞ്. അയ്യോ, മൈസൂർ എത്ര ദൂരം? ഇതൊരു ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ, മൈസൂരിലോട്ട് കയറുന്നതിന് മുന്നുള്ള ചെക്ക് പോസ്റ്റ് ആണ്. കാശൊന്നും അടയ്ക്കണ്ട കേട്ടോ, ഫ്രീ ആണ്. നമ്മൾ വിചാരിച്ച് കാശ് അടയ്ക്കണം എന്ന്, ഫ്രീ ആണ് കേട്ടോ. അവിടെ വണ്ടി നമ്പറൊക്കെ വെച്ചിട്ടുള്ളൊരു സത്യമംഗലം ടൈഗർ റിസർവ് എൻട്രി. ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട് കേട്ടോ. കണ്ട, വെൽക്കം ടു സത്യമംഗലം ടൈഗർ റിസർവ്. നമ്മളൊരു കാര്യം കാണിച്ചു കേട്ടോ. നമ്മളിങ്ങനെ സത്യമംഗലം കാണാൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതുണ്ടോ കിട്ടില്ല, ഫുള്ള് കൊക്കാണ് കേട്ടോ. ഇതുണ്ടോ, അപ്പോൾ എല്ലാം ഒരേ കളറ്. ഞാൻ ഫസ്റ്റ് ദൂരം നിന്ന് കണ്ടപ്പോൾ വിചാരിച്ച പ്രാവായിരിക്കുന്നു, പക്ഷെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് കാട്ടുപന്നി. ഒരുപാട് വന്യമൃഗങ്ങളുണ്ട് കേട്ടോ. കണ്ട, കാട്ടുപന്നിയൊക്കെ ഉണ്ടോ? പൊളി. ഇപ്പൊ മാമാരെ കണ്ട ഇപ്പൊ ഒരു ഓട്ടോ. നിങ്ങളൊരു കാര്യം കണ്ടോ? കണ്ടോ പുള്ളിമാൻ? മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മാനുണ്ട്, മാൻ കണ്ടോ? പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ, ഇത് കിട്ടില്ല കേട്ടോ. ഉണ്ട് കാട്ടുപന്നി. കാട്ടുപന്നി ഇങ്ങനെ നടന്നു പോവാണ്. സ്നോയിൽ പോയി നടന്നു പോകണം. ഇവിടെ എല്ലാം പുലി, കടുവയൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇനി മൈസൂരിന് 105 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും നമ്മൾ രാത്രി തന്നെ ഈ കാട്ടിൽ കൂടെ പോകണം. അല്ലാണ്ട് ഇവിടെ ഒന്നും വണ്ടി നിർത്തി സ്റ്റേ ചെയ്യാനുള്ള വഴിയൊന്നുമില്ല. പിന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്.
കർണാടക എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടതാ, കണ്ടോ കാട്ടുപോത്ത്. ക്യാമറ അടിച്ചിട്ടുണ്ട് പോകുന്നു. അപ്പൊ നമ്മൾ കർണാടകയിലോട്ട് എൻട്രി ചെയ്തിരിക്കാം. ഞാൻ ആദ്യമായിട്ട്, നിങ്ങൾ കർണാടക പോയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ആദ്യമായിട്ടാണ് കർണാടകയിൽ കാലുകുത്തുന്നത്. നമ്മള് 4 പേരും കർണാടകയിൽ. സ്നോ ഇതൊന്നും അറിയുന്നില്ല. സ്നോ മാനക്കണ്ടോ മൈനക്കണ്ടോ ഒന്നും അറിയില്ല. ഭയങ്കര ഉറക്കം സ്നോ. അല്ലല്ലോ, ഉണന്ന് നടപ്പുണ്ട്. മീനാക്ഷിയെ ഞാനിങ്ങനെ വെച്ച് ഉണക്കി എടുത്ത് കുളിപ്പിച്ചത്. ഒരു രക്ഷയില്ല. അഴുക്ക് ചാലിലോട്ട് പോയി കിടന്ന് ഉരുണ്ട് മറിഞ്ഞ്. ജെനി പറഞ്ഞു നമുക്ക് മൈസൂർ റൂട്ട് വഴി പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും കിടിലാണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര ഭംഗി കേട്ടോ കാണാൻ വേണ്ടിയൊക്കെ. റോഡൊക്കെ ഭയങ്കര നീറ്റ്. ഇതുണ്ടോ, ഇനിയും നമുക്ക് ഒരുപാട് പോകേണ്ടിയിരിക്കുന്നു കേട്ടോ. കാരണം ഇപ്പം തന്നെ നമ്മൾ ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ പോവുകയാണ്. ഹൈ റേഞ്ച് ഇറങ്ങി കുറേ ഇങ്ങ് കാട്ടിന് താഴെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടോ, കാട്ടിനുള്ളിൽ തന്നെയാണ് അവിടെയുള്ളൊരു കടയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു കടയാണ്. എല്ലാം അങ്ങനെ പാക്കറ്റിൽ പരിപ്പ്, ഉലുവ, എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് തരാം. പാക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ നിങ്ങൾ, പുളിയാണ് കേട്ടോ. ഒരു പാക്കറ്റ് 150 രൂപയാണ് ഈ പുളി. അവിടെ ജനെ പിടിച്ച് മണം മറ്റേ മണം. ജന ചായ എടുക്ക. നമ്മളങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങി കാട്ടിൻ്റെ നടുക്ക്. ഇനി ഇവിടെ നിന്ന് 20 കിലോമീറ്റർ വരെ കാടാണ് കേട്ടോ. മീനാക്ഷിനെ ഞാൻ കെട്ടിയിട്ട് വന്ന് കുളിച്ച് സുന്ദരിയായിട്ടിരിക്കുകയാണ്. എൻ്റെ സ്നാണി അതിനകത്തുണ്ട്. ഇവിടെ ഇറക്കിയാൽ ശരിയാവില്ല, വേറെ പട്ടികളുണ്ട്, അപ്പോൾ സീനാവും. പിന്നെ അതുകൊണ്ട് ഇവിടെയൊക്കെ കണ്ട കറണ്ട്, വന്യമൃഗങ്ങളുള്ളത് കൊണ്ട് കറണ്ട് കമ്പി എല്ലായിടത്തും കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചുന്തരി വണ്ടി ആയാലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ വന്ന റൂട്ട് അടിപൊളി. ഹൈവേയിൽ ചുമ്മാ ഹൈവേ നമ്മളെപ്പോഴും കാണുന്നതല്ല. അപ്പം ഇത് നല്ല കൊടുങ്കാടിൻ്റെ നടുക്കിലൂടെ അടിപൊളി. കണ്ട ഒരു കട പെട്ടെന്ന് ഇവിടെ നടക്കണുണ്ടോ. അതായത് നേരത്തെ അടക്കണമെന്ന് വെച്ചാൽ ഇവിടേക്ക് ആന ഇറങ്ങും. അപ്പം നമ്മളിപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടുകയാണ് കേട്ടോ. നമ്മൾ ലാപ്ടോപ്പൊന്നും ചാർജൊന്നുമില്ല എങ്കിൽ കൂടി അത് കൊടുത്തിരിക്കുക. ഇനിയിപ്പോൾ അത് കൊടുത്തിട്ട് പോകും. കാര്യം അവരുണ്ട് പെട്ടെന്ന് വരയ്ക്കുന്നത്. കാര്യം ആന വന്നാൽ വൻ സീനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് എടുത്തിട്ട് പോവാം. അതെടുക്കോ, പോற வழியில இருக்குமா ஆனா இது இருக்குமா? இருக்கும். இந்த பக்கம் கம்மி தான். ശരി, താങ്ക്സ്. അപ്പോൾ അണ്ണനൊരു വലിയ നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. നാട്ടിൽ പോണ വഴിക്കൊരു സ്ഥലത്തെത്തിയേ. ഈ സ്ഥലത്തിന്റെ പേരാണ് ദൊഡ്ഡമുടി ഹള്ളി. ദൊഡ്ഡമുടി ഹള്ളി. ഹലോ, വിച്ച് ടെമ്പിൾ നെയിം? ನಂಜುಂಡೇಶ್ವರ ಟೆಂಪಲ್. ನಂಜುಂಡೇಶ್ವರ. ഓക്കെ. നമ്മൾ മൈസൂർ വരുന്ന വഴിക്ക് കണ്ടൊരു അമ്പലമാണ്. ഭയങ്കര വലിയൊരു അമ്പലം, അതുപോലൊരു വലിയൊരു ശിവനും ഉണ്ട്. നഞ്ചുണ്ടേശ്വര ക്ഷേത്രം എന്നാണ് പറഞ്ഞത്. പറ്റുമുണ്ടോ? നമ്മൾ ആദ്യം നോക്കിയില്ലേ, അവിടെ ഇറങ്ങി വീഡിയോ ആണ് കേട്ടോ. നഞ്ചുണ്ടേശ്വര ടെമ്പിൾ, ശിവൻ്റെ ടെമ്പിളാണ് കർണാടകയിലുള്ള. ഇത് വലിയൊരു ശിവൻ്റെ ഒരു വിഗ്രഹമുണ്ട്. അത് പുറത്താണ് ഞാൻ കാണിച്ചു തരാം. ഇത് എന്തായാലും അകത്തെല്ലാം അടച്ച് ക്ലോസ് ചെയ്തു. 9 മണിയാവാറ്. ഒരു അടിപൊളി അമ്പലമാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ആ ശിവൻ്റെ
ആ ഒരു രൂപം കാണാൻ വേണ്ടി പോകണേ. ദീപുചേട്ടൻ വന്നില്ല. ഞാൻ ദീപുചേട്ടൻ അവിടെ നിൽക്കാൻ പറഞ്ഞു. കാരണം വെച്ചാൽ സ്നോയും മീനാക്ഷിയും ഒറ്റയ്ക്കേ ഉള്ളൂ. ആ ഒരു സ്ഥലം എനിക്ക് എന്തോ പോലെ തോന്നി. ഇവിടെ നമുക്ക് കുഴപ്പമില്ല, ആൾക്കാർ ഒരുപാടുണ്ടല്ലോ, ഒരുപാട് പോലീസൊക്കെ ഉണ്ട്. ഭയങ്കര എന്തോ ഉത്സവത്തിൻ്റെ എന്തോ സംഭവം നടക്കുവാണോ, ഇനി നടക്കാൻ പോവാണോ എന്തോ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എനിക്കൊന്നും അറിയാൻ വയ്യ, അടുത്തൊന്നും ചോദിക്കാൻ നിവർത്തിയില്ല, കന്നഡ അറിയാൻ വയ്യ. ഇവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയൊരു അമ്പലം. സത്യത്തിൽ ഈ അമ്പലത്തിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. നമ്മളിങ്ങനെ മൈസൂർ പോകുന്ന വഴിക്ക് ഇങ്ങനെ വലിയൊരു ശിവൻ്റെ രൂപം കണ്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ആ വൈറ്റ് കളർ എന്ത്? ആ വൈറ്റ് കളർ വിഭൂതിയാ? അത് ഒരെണ്ണത്തെ ഇത് ഹൗ മച്ച്? അങ്ങനെ ശിവനെ കാണാനുള്ള പോക്കാണ്. അടുത്ത് പോയി കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ദൂരെ നിന്നെങ്കിലും കാണിക്കാം. നല്ല രസമുണ്ട് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ നല്ല മരങ്ങളൊക്കെ അടിപൊളിയായിട്ട് വെട്ടി അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് കേട്ടോ ശിവൻ്റെ രൂപം. നൈറ്റ് ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല, രാവിലെ കാണുമ്പോൾ അടിപൊളിയായിരിക്കും. എന്തായാലും ഞാൻ തിരിച്ചങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഒരു പമ്പുണ്ട് കേട്ടോ, അടിപൊളി. നമ്മളിപ്പോ ഇവിടെ ചെക്ക് പോസ്റ്റിൽ പിടിച്ചേ, നമ്മളെ പേപ്പർ എല്ലാം ക്ലിയർ ആയിരുന്നു. അയാൾ എന്തൊക്കെയോ കന്നഡയിൽ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. പോലീസുകാരനാണ് 100 രൂപ കൊടുക്കുക. 100 രൂപ എന്ന് ചോദിച്ച് 100 രൂപ കൊടുക്കണമെന്ന്. അത് കൊടുത്ത് കുഴപ്പമില്ല, 100 രൂപ വെച്ചു. എന്നാലും അത് മോശമല്ലേ, നമ്മളെ പേപ്പർ എല്ലാം ക്ലിയർ ആയിരുന്നു. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അങ്ങോട്ട് പാർക്കിംഗ് ഉണ്ട്. അതിന്റെ ബാക്കിൽ കുറച്ച് വണ്ടികൾ ഇട്ടിട്ടുണ്ട്, ചോദിക്കണം. ഇതിന്റെ ബാക്കിൽ അറിയില്ലെന്നോ? നമ്മൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിങ്ങിലാണ് കേട്ടോ. പമ്പുകളിലൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ എത്തും. ആണിപ്പോൾ 10 മണി കഴിഞ്ഞു. മൈസൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ നാളെ പോയി കാണാമെന്ന് വിചാരിച്ചു. നമ്മുടെ വണ്ടി ഇതാണ്ട് അവിടെ വന്നു. കൊതുകൊണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. എന്നാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട്, ഫുഡ് ഉച്ചയ്ക്ക് വെച്ചത് കൊണ്ട് കൊള്ളാം അല്ലേ, അല്ലെങ്കിൽ ഇനി രാത്രി കിടന്ന് വെക്കേണ്ട. ഒരു രക്ഷയില്ല. എത്ര പമ്പിൽ ചോദിച്ചെന്നറിയോ? ആകെ വട്ടായി. ഇപ്പൊ സമയം 10:30 പോണം. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇനിയിപ്പം രാവിലെ കാണാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.